ക്യൂസും കൂടെ നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ. സോ who coined the term psychiatry? A, B, C, D. തെറ്റിക്കരുത്. ഓപ്ഷൻ നോക്കുക, കൃത്യമായിട്ട് പറയാം. എല്ലാവരും പറയണം. പാസീവായിട്ട് ആരും ക്ലാസ്സിൽ ഇരിക്കരുത്. സോ പ്ലീസ് ഈ രണ്ടാൾക്കാരൊന്നും പേര് മാറ്റിയെങ്കിൽ എനിക്ക് വിളിക്കാൻ എളുപ്പമാണില്ലേ. ഞാൻ സാംസങ് എന്നൊക്കെ വിളിക്കും, അത്രേ ഉള്ള പ്രശ്നം. ശ്രുതി, ശ്രുതി, മിൻഹ, കാവ്യ, ജംഷാദ്, പിന്നെ ആതിര, അനിഷ, ഫർസാന. സോ പ്ലീസ് ടെൽ, നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് പറഞ്ഞു. എ പോരാ, ബാക്കിയുള്ളവരെവിടെ? പാസീവായിട്ട് ഇരിക്കരുത്. ബി ആക്റ്റീവ് ഇൻ യുവർ ക്ലാസ്സസ്. ചില ആൾക്കാർക്ക് അറിയാം പക്ഷെ പറയില്ല. നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താലാണ് വൺസ് നമുക്ക് MCQs കിട്ടുമ്പോൾ നമ്മൾ അതിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റാം. അപ്പൊ ഉത്തരം അറിഞ്ഞിട്ടും ഓപ്ഷൻ പറയാതൊന്നും ഇരിക്കരുത്. ഓക്കെ, എ ആണ്. ആരും തെറ്റിക്കാൻ പാടില്ല. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക. ഫിലിപ്പി പീനെ നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് മോഡേൺ സൈക്കാട്രി. ബെഞ്ചമിൻ റഷ് ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കാട്രി. ക്ലിഫോർഡ് ബിയർ, അപ്പൊ അദ്ദേഹത്തിന്റെ മെന്റൽ ഹെൽത്ത് മൂവ്മെന്റിന്റെ ഫാദർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫൈൻ, ഗുഡ്. ദെൻ നിങ്ങളുടെ ആൻസർ വന്നുപോയി, പോട്ടെ. എനിവേ, ഹു ഈസ് ദ ഫസ്റ്റ് സൈക്കാട്രിക് നേഴ്സ്? ദാറ്റ് ഇസ് നമുക്കറിയാം, ലിൻഡ റിച്ചാർഡ്. അപ്പൊ ഈ പേരുകളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. വില്യം വുണ്ടർട്ട്, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സൈക്കാട്രി. നമ്മുടെ പ്രീവിയസ് കേരള PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതും ഈ സെയിം ക്വസ്റ്റ്യനും ചോദിച്ചായിരുന്നു. ലിഡിയ ഹോളോർമ 2000, എനിക്ക് തോന്നുന്നു 2019 or 20 DHS എക്സാമിനാണ്. അതിൽ ചോദിച്ചിരുന്നത് ഹു ഇൻട്രൊഡ്യൂസസ് നഴ്സിംഗ് പ്രോസസ് എന്ന. അതിലൊരു ഓപ്ഷൻ ആയിട്ടും ഈ ലിൻഡ റിച്ചാർഡിന്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ക്ലബ് ചെയ്തിട്ടതാണ്. ഓക്കെ, സോ അപ്പൊ അവിടെ so Lydia Hall, who introduces the nursing process, so her name is very important. Nursing process introduce ചെയ്ത nurse ആണ് ലിഡിയ ഹോൾ എന്ന് പറയുന്നത്. ഒരു ബോക്സിലിട്ട് നോട്ട് ഡൗൺ ചെയ്ത് നോക്കി. 1955. ക്ലിയർ? നമുക്കറിയാം നമ്മുടെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ, ലേഡി വിത്ത് ലാംബ് അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് നഴ്സിംഗ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? A, B, C, D. പറഞ്ഞോ. DMHP, ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. പറഞ്ഞോ, വേഗം പറഞ്ഞോ. പോരട്ടെ, ബാക്കിയുള്ളവര് ആക്റ്റീവായിട്ട് ബി ആക്റ്റീവ് ഇൻ യുവർ ക്ലാസ്സസ്. ശ്രുതി, ഡി. ഓക്കെ, ദെൻ സാംസങ്, ഡി. സാംസങ്ങിന്റെ പേരെന്താണ്? 14/6B പേര്. ഓക്കെ, സോ ഡി ആണ് മെജോറിറ്റി ആൻസർ. ഓക്കെ, നോക്കാം. ടൈപ്പിംഗിൽ പേസ്റ്റ് ചെയ്തപ്പോൾ വന്നൊരു എററാണ്. സോ ദാറ്റ് ഇസ് 1996. DMHP വാസ് കോയിൻഡ് ഇൻ ദ ഇയർ ഓഫ് 1996. ഒരു ബോക്സിലിട്ട് ടോപ്പ് ഓഫ് യുവർ നോട്ട്ബുക്ക് എഴുതി വെക്കുക. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം 1982. അടുത്തത് DMHP 1996. എഴുതി വെച്ചോ, ഇപ്പൊ തന്നെ എഴുതി വെച്ചോ. എഴുതിയോ? ബോക്സിലിട്ട് എഴുതിയോ? ഇതൊന്നും നമുക്ക് ടേബിളിൽ എഴുതാൻ പറ്റത്തില്ല, കാരണം പ്രൊപ്പോണന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്കതൊരു ബോക്സിലിട്ട് എഴുതി നോക്കാം. എഴുതിയോ? നോട്ട് ഡൗൺ ചെയ്തോ? യെസ്, ഓക്കെ, ഗുഡ്. Then which of the following statement is true about self-care and mental health? നോക്കണേ. A, self-care is only important during crisis. B, ignoring self-care has no impact on mental health. Regular self-care contributes to overall mental health. B, self-care is only the responsibility of healthcare professionals. So A, B, C, D. പറഞ്ഞേ. റാഞ്ചി സൈക്കാട്രിക് നഴ്സിംഗ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എടുത്ത് നമ്മളുടെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതിലുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞാൽ മാക്സിമം അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. കുറച്ചും കൂടി നമുക്കൊന്നുകൂടി നമ്മൾ പഠിച്ചതും കൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സി മിൻഹ, ശ്രുതി, അനിഷ അല്ലേ? ഓക്കെ, അനിഷ. ഞാൻ ഏതെങ്കിലും പേര് പ്രൊനൗൺസ് ചെയ്യുന്ന തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ. Okay, so the answer is C. Regular self-care contributes to overall mental well-being. Next is, what is a common misconception about mental illness? A, mental illness are always caused by personal weakness. B, people with mental illness are dangerous and unpredictable. C, seeking help for mental health is a sign of weakness.
The mental illness can cured with willpower alone. പറഞ്ഞോ, misconception about mental health. Common misconception. വേഗം പറഞ്ഞ ആൻസേഴ്സ്. സി സി ഓക്കെ, ബിയും സിയും വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതാണ്. മെജോറിറ്റി ആൻസേഴ്സ് സി ആണ്. ആതിര ബി, അജീഷ് ബി. നോക്കാലോ ഏതാ ആൻസർ എന്ന്. The answer is D. What is a common misconception? അവിടെ നമുക്കൊരു കോൺട്രാവേഴ്സീസ് വരാം. പക്ഷെ ഇവിടെ ആൻസർ കീയിൽ നമുക്ക് വന്നിട്ടുള്ളത് ഇതായിരുന്നു. മെന്റൽ ഇൽനസ് ക്യാൻ ബി ക്യൂർഡ് വിത്ത് വിൽ പവർ. അതായത് നമുക്കൊരു മനസ്സിനൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് മെന്റൽ ഇൽനസ് മാറ്റാം എന്നൊരു കോൺസെപ്റ്റ് ആണ്. ഇപ്പം ചിലർക്ക് ഡിപ്രഷൻ ആണ്, വിഷമാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഒന്നും പേടിക്കണ്ട, നമുക്കത് മനസ്സിന്റെ ഒരു തോന്നലാണ്. സോ ദേ വിൽ സേ ലൈക്ക് ദാറ്റ്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയും. പോസ്റ്റ്മോർട്ടം പീരീഡിലൊക്കെ ഹോർമോൺ സഡൻ, നമ്മളത് പഠിക്കും പോസ്റ്റ്മോർട്ടം ഡിസോർഡേഴ്സ്. അപ്പൊ അതിൽ സഡൻ ആയിട്ട് ഹോർമോൺ വിഡ്രോൺ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പീരീഡിലൂടെ കടന്നുപോയ എല്ലാവർക്കും വി വിൽ ഹാവ് സം പ്രോബ്ലംസ് അല്ലെ. നമുക്ക് സങ്കടമോ സന്തോഷമോ മിക്സഡ് ഇമോഷൻ, ഇറിറ്റബിലിറ്റി ഒക്കെ ഫീൽ ചെയ്യാം. അപ്പൊ ചിലര് പറയല്ലേ ആ ഒരു സമയത്ത് അത് ഒന്നുമില്ല, മനസ്സിന്റെ തോന്നലാണ്, അല്ലെങ്കിൽ നമുക്കത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാം, അത് നമ്മൾക്ക് വിൽ പവർ, മനസ്സിന്റെ ഒരു ധൈര്യം ഉള്ളവർക്ക് അതൊക്കെ ഓക്കെ ആക്കാം. ഇതാണ് ഒരു കോമൺ മിസ്കൺസെപ്ഷൻ. പണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കോൺട്രാവേഴ്സി ആയിട്ട് പറയാം. മെന്റൽ ഇൽനസ് ആർ ഓൾവേസ് പേഴ്സണൽ വീക്ക്നെസ്, നമുക്ക് ഇഗ്നോർ ചെയ്യാം. പീപ്പിൾ വിത്ത് മെന്റൽ ഇൽനസ് ആർ ഡേഞ്ചറസ് ആർ അൺപ്രഡിക്റ്റബിൾ. അതൊരു ഇറ്റ് ക്യാൻ ബി എ മിസ്കോൺസെപ്ഷൻ, പക്ഷെ ഒരു കോമൺ മിസ്കോൺസെപ്ഷൻ ആയിട്ട് നമ്മൾ പറയാറില്ല. സീക്കിംഗ് ഹെൽപ്പ് ഫോർ മെന്റൽ ഹെൽത്ത് ഈസ് എ സൈൻ ഓഫ് വീക്ക്നെസ്. അതൊരു മിസ്കോൺസെപ്ഷൻ ആണോ? ഒരു മിസ്കോൺസെപ്ഷൻ ആയിട്ട് പെടുത്താൻ പറ്റില്ല. അതായത് എന്റെ മാനസിക അസുഖമുള്ള ഒരാള് മറ്റൊരാളുടെ ഹെൽപ്പ് വാങ്ങുന്നു എന്ന് പറയുന്നത് ഒരു, അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത്, ഒരു സീക്കിംഗ് ഹെൽപ്പ് ഫോർ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആണ് എന്നുള്ളത് ഒരു മിസ്കോൺസെപ്ഷന്റെ കണത്തിൽ പെടുത്താൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ബിയും ഡിയും ആണ്. സോ ആൻസർ ഈസ് കുറച്ചും കൂടി പ്രിസൈസ്ഡ് വരുന്നത് ഒരു വിൽ പവർ. അതൊരു മിസ്കോൺസെപ്ഷൻ ആണ്. ഓക്കെ, സോ എനിവേ നോ പ്രോബ്ലം. So any queries today's topic? Do you have any other any queries in this session? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ, എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഇഫ് യു വാണ്ട് യു ക്യാൻ ടെൽ മീ. മനസ്സിലാവുന്നില്ലേ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് യു ക്യാൻ ടെൽ ദാറ്റ്. ഓക്കെ, സോ അതനുസരിച്ച് നമുക്ക് അക്കോർഡിംഗ്ലി നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താം. അപ്പൊ പഠിക്കുക. ഇന്ന് ചെയ്യേണ്ടത്, ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഉള്ളൊരു വർക്കാണ്. ഇന്ന് കിടക്കുന്നതിന് മുമ്പ് 10 MCQs അറ്റൻഡ് ചെയ്തിട്ടേ കിടക്കാവുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ലാസ്റ്റ് എഴുതി ചുമ്മാ വായിച്ചു വിട്ടാൽ പോരാ, 10 പഠിക്കണം. ഇപ്രാവശ്യം എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ 10 MCQs അറ്റൻഡ് ചെയ്തിട്ട് ഇന്ന് കിടന്നുറങ്ങാവുള്ള. ചെയ്യുവോ? 10 MCQs അറ്റൻഡ് ചെയ്യുവോ? റാൻഡംലി യു ക്യാൻ ഡു ദാറ്റ്. അതൊരു എന്താ പറയുന്നത്, ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ഒബ്സഷൻ ആവണം, ചെയ്യണം കേട്ടോ. അപ്പൊ 10 MCQs അറ്റൻഡ് ചെയ്യാം. അതിനൊരു സമയം കണ്ടെത്തുക, ജസ്റ്റ് നോട്ട്സ് ഒക്കെ ഒന്ന് നോക്കി പോവാ. 10 MCQs you have to do that. ഗ്രൂപ്പിൽ ഞാൻ നോക്കട്ടെ, അത് ഫർസാന. ഓക്കെ, എന്താ ചെയ്യണ്ടേ ഞാനൊന്ന് ടെക്നിക്കൽ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താ ചെയ്യണ്ടേ എന്നുള്ളത് പറയാം. ഗ്രൂപ്പിൽ ആഡാക്കുന്ന കാര്യം നോക്കാം. സോ എനിവേ ഞാൻ ഗ്രൂപ്പിലില്ല. ഓക്കെ ഫൈൻ, ദാറ്റ് ഐ വിൽ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം തുടക്കത്തിലെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. യു ആർ കംഫർട്ടബിൾ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഡിഫിക്കൽറ്റി പറയാം കേട്ടോ. ഓക്കെ, സോ എനിവേ താങ്ക് യു, ഗുഡ് നൈറ്റ്.